ഓം നമോ ഭഗവതേ രുദ്രായ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ശ്രീരുദ്രം നമകത്തിലെ അവസാനത്തെ മന്ത്രമാണ് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്, അഥവാ വ്യാഖ്യാനം ചെയ്തിരുന്നത്. ഇന്ന് ചമകം നമുക്ക് നോക്കാം. അതിലെ ഒന്നാമത്തെ അനുവാദം. ഇത് ചമകം എന്ന് പറയുന്നത് നമകം എന്തുകൊണ്ട് നമകം എന്ന പേര് വന്നു എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അതായത് ഓരോ മന്ത്രത്തോടൊപ്പം നമസ്കാരങ്ങൾ അർപ്പിക്കുന്നുകൊണ്ടാണ് ശ്രീരുദ്രത്തിലെ നമകത്തിന് നമകം എന്ന പേര് വന്നത്. ചമകം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇതും കൂടി എന്ന അർത്ഥത്തിൽ, അതായത് ഒരു മനുഷ്യന് കംഫർട്ടബിളായിട്ട് സൗകര്യത്തോടു കൂടെ ജീവിക്കാൻ ഉതകുന്ന വസ്തുക്കൾ, അതായത് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ, ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, അതുപോലെ ആരോഗ്യമുള്ള ശരീരം, ഇത്തരത്തിലുള്ള ഒരുപാട് വസ്തുതകൾ നമുക്ക് ആവശ്യമുണ്ട് നിത്യജീവിതത്തിൽ. അതായത് സുഖപൂർണമായിട്ടുള്ള ഒരു ജീവിതം, അതിനെന്തൊക്കെ വേണോ അതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാക്കി തരാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ് ചമകത്തിൽ ചെയ്യുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് പറയുന്നത് ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ മാത്രം പോരാ, പിന്നെയോ ആധ്യാത്മികമായിട്ടുള്ള അഥവാ മോക്ഷപ്രാപ്തി, അതായത് യഥാർത്ഥ ജ്ഞാനമെന്ന് പറയുന്നത്, അതിന് ആവശ്യമുള്ള വസ്തുക്കളും ഇതിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത് ഒരു മനുഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ സൗകര്യമായിട്ടൊരു ഭൗതിക ജീവിതം മാത്രമല്ല, പിന്നെയോ ആധ്യാത്മിക തലത്തിലേക്ക് ഉയർന്നതിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളും, അഥവാ ആത്മാവിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ചിന്തകൾ അതിലേക്കുള്ള അഭിവൃദ്ധിക്കായിട്ടും, അഥവാ ജ്ഞാനത്തിലേക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് ഉള്ള വസ്തുക്കളും ഇതിൽ പ്രാർത്ഥിക്കുന്നു. അതായത് ഭൗതികമായതും ആധ്യാത്മിക തലത്തിലുള്ളതുമായ ഒരു ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ ആവശ്യമുണ്ട്. അത് ലഭ്യമാക്കി തരാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതാണ് ഈ ചമകത്തിലൂടെ ചെയ്യുന്നത്. ഈ ആവശ്യങ്ങളുടെ ലിസ്റ്റ് എന്ന് പറയാം. ഇതൊക്കെ തന്നെ ഇതിൽ പറയുന്ന വസ്തുക്കൾ മുഴുവനും അല്ലയോ ഈശ്വര, പരമേശ്വര, ലഭ്യമാക്കി തന്നാലും എന്നാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കാം. ചമകത്തിൽ ഇതാദ്യം ഇതിലെ ഓരോന്ന് വാക്കുകളുടെയും അർത്ഥം പറഞ്ഞതിന് ശേഷം ഈ ചമകവും 11 അനുവാദങ്ങളാണുള്ളത്. ഇതിൽ ഒന്നാമത്തെ അനുവാദം നമുക്ക് അതിൽ ഓരോ പദാർത്ഥങ്ങളും നമ്മൾ അഭ്യർത്ഥിക്കുന്ന അഥവാ പ്രാർത്ഥിക്കുന്ന, ലഭ്യമാക്കി തരാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഓരോ വസ്തുക്കളുടെയും അർത്ഥം പറഞ്ഞതിന് ശേഷം അവസാനം ഇത് ഒരിക്കൽ ചൊല്ലുന്നതാണ്. അപ്പോൾ ആദ്യം നോക്കാം. ഓം അഗ്നാ വിഷ്ണു സജോഷസേമാ വർദ്ധന്തു വാങ്കിരഹ ദുംനൈർവാചേഭിരാഗതം. അഗ്നാ വിഷ്ണു, ഹേ അഗ്നി ഭഗവാനെ, ഹേ വിഷ്ണു ഭഗവാനെ. ഇവിടെ അഗ്നിയോടും വിഷ്ണുവിനോടുമാണ് പ്രാർത്ഥിക്കുന്നത്. ശ്രീരുദ്രത്തെ നമകത്തിൽ ശ്രീ പരമേശ്വരൻ അഥവാ രുദ്രനെയാണ് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നത്. എന്നാൽ ഈ വസ്തുക്കൾ കൂടി ലഭ്യമാക്കി തരുന്നതിനായിട്ട് അഗ്നിയും അതുപോലെ വിഷ്ണുവിൻ്റെയും സാന്നിധ്യം ആവശ്യമാണ്. സാധാരണയായിട്ട് ശ്രീ രുദ്രജപം അഥവാ രുദ്രഹോമം എന്ന് പറയുന്ന അവസരത്തിൽ ഈ ചമകം എന്ന് പറയുന്നത്, ചമക ജപം ചെയ്തുകൊണ്ട് അഗ്നിയിൽ വസോർധാരയായിട്ട് ഘൃതമാണ് ഹോമിക്കുന്നത്. ഒറ്റ മന്ത്രമാണ് ആ സമയത്ത്. അതായത് ഇടതടവില്ലാതെ ഈ 11 അനുവാദങ്ങളും ചൊല്ലിത്തീരുന്നത് വരെ അഗ്നിയിൽ ഘൃതം, നെയ്യ് ഹോമിക്കും. ഇവിടെ
അതാ ഒറ്റ മന്ത്രമാരി, 11 അനുഭവങ്ങൾ ഒറ്റ മന്ത്രമാരി, അതാ ഇടതടവില്ലാതെ കട്ടിങ് വരാതെയുള്ള ഒരു ജപമാണ്. സാധാരണ അത് ഈ ഒരാളല്ല അതിൽ ജപം ചെയ്യാറുള്ളത്, 11 പേരോ അല്ലെങ്കിൽ മിനിമം 11 പേര് ഇങ്ങനെയാണ് സാധാരണഗതിക്ക് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് നോക്കാം. അഗ്നാ വിഷ്ണു, ഹേ അഗ്നി ഭഗവാനെ, ഹേ വിഷ്ണു ഭഗവാനെ, രണ്ടുപേരെയും കൂടി പ്രാർത്ഥിക്കുകയാണ്. അഗ്നിയിലാണ് ഹോമം ചെയ്യുന്നത്. അതായത് ഹോമം ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ അർത്ഥിക്കുന്ന ആ വസ്തുക്കൾ മുഴുവനും, അഥവാ ഈ പ്രാർത്ഥന എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് അഗ്നി ഭഗവാൻ എത്തിക്കുമെന്നാണ് വിശ്വാസം. നോക്കാം. അഗ്നാ വിഷ്ണു സജോഷസേമ, ഹേ അഗ്നി ഭഗവാനെ, ഹേ വിഷ്ണു ഭഗവാനെ. എന്താണ് സജോഷസേമ? സജോഷസ്, സജോഷസ, സജോഷസ ഇമ, സജോഷസേമ. സജോഷസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച്, ഒരുമിച്ച്, അതായത് ഉദ്ദിഷ്ട കാര്യം ഇവിടെ സാധിക്കുന്നതിനാണ്, ഈ ഹോമത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഫലപ്രാപ്തി ലഭിക്കുന്നതിനായിട്ട് അഗ്നി ഭഗവാനും അതുപോലെ തന്നെ വിഷ്ണു ഭഗവാനും ഒരുപോലെ അവരുടെ സാന്നിധ്യം ആവശ്യമാണ്, ഒരുപോലെ അവർ പ്രസാദിക്കേണ്ടതുമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഉദ്ദേശിച്ച ഫലം ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് അഗ്നാ വിഷ്ണു, ഹേ അഗ്നി ഭഗവാനെ, ഹേ വിഷ്ണു ഭഗവാനെ, രണ്ടുപേരും സജോഷസ ഒന്നിച്ച്, സജോഷസ, സജോഷസേമ, സജോഷസ ഇമ. ഇമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ന്, അതായത് വർദ്ധന്തു വാങ്കിരഹ, ഗിരഹ, ഇമാഗിരഹ എന്നാണ്. ആ ഇമ എന്നുള്ളത് ഗിരഹയോട് ചേർത്ത് വായിക്കണം, അർത്ഥം പറയാൻ. സജോഷസ ഒന്നിച്ച്, യുഗപതയവ, ഹേ അഗ്നി ഭഗവൻ, ഹേ വിഷ്ണു ഭഗവൻ, സജോഷസ യുഗപതയവ ഒന്നിച്ച് എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഇമ വർദ്ധന്തു വർദ്ധിക്കട്ടെ, വാങ്കിരഹ ഇമാഗിരഹ, സജോഷസ, സജോഷസ് ഒന്നിച്ച്, ഒന്നിച്ച് വന്നാലും, ഈ വന്നാലും എന്നുള്ളത് പിന്നീടാണ് ആ വാക്ക് വരുന്നത്, പറയാൻ നോക്കാം. സജോഷസ ഒന്നിച്ച്, സജോഷസേമ, സജോഷസ ഇമ, വർദ്ധന്തു വാം ഗിരഹ, വാം യുവാം നിങ്ങൾക്ക്, ഗിരഹ, ഗിരഹ എന്ന് വെച്ചാൽ സ്തുത്യ, വയം സ്തുതിം കുർമഹ, ഞങ്ങൾ, അല്ലയോ ഭഗവാനെ നിങ്ങളെ സ്തുതിക്കുന്നു. ആ സ്തുതി കൊണ്ട്, വാം എന്ന് പറഞ്ഞാൽ യുവാം നിങ്ങളെ, അഥവാ നിങ്ങളും, വാം നിങ്ങളും, നിങ്ങൾ രണ്ടുപേര്, അതാണ് വാം എന്ന് പറഞ്ഞിരിക്കുന്നത്. വാം ഗിരഹ, ഗിരഹ എന്ന് പറഞ്ഞാൽ സ്തുതിയ, ഞങ്ങളുടെ സ്തുതികളാൽ, ഈ മന്ത്രങ്ങളാൽ, നിങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങളാൽ, വർദ്ധന്തു, വാം നിങ്ങൾ, വർദ്ധന്തു വൃദ്ധിം പ്രാപ്നോതു എന്നർത്ഥം. നിങ്ങളും എന്ത് ചെയ്യണേ? വൃദ്ധി നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്നാകും. അല്ലയോ അഗ്നി ഭഗവാനെ, അല്ലയോ വിഷ്ണു ഭഗവാനെ, സജോഷസ ഒന്നിച്ച് വന്നാലും, സജോഷസ ഒന്നിച്ച് എന്നർത്ഥം. ഇമ സജോഷസേമ, സജോഷസ ഇമ, വർദ്ധന്തു വാങ്കിരഹ ഇമാഗിരഹ, ഈ സ്തുതികളാൽ, ഞങ്ങളുടെ പ്രാർത്ഥനകളാൽ, ഞങ്ങളുടെ ഈ സ്തുതിപരമായ മന്ത്രങ്ങളാൽ നിങ്ങൾക്കും വർദ്ധന്തു വൃദ്ധിം പ്രാപ്നുവന്തു, വൃദ്ധി നിങ്ങൾക്കുണ്ടാവട്ടെ എന്നർത്ഥം. എന്ന് പറയാൻ ഞങ്ങൾ പുരോഗമിക്കുന്നു, ഞങ്ങൾക്ക് വളർച്ച ഉണ്ടാകും, വൃദ്ധി ഉണ്ടാകും, അതുപോലെ നിങ്ങൾക്കും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലയോ ഭഗവാനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടോ
ഗിരഹ എന്ന് പറഞ്ഞാൽ സ്തുതി. വാം നിങ്ങളെ ഞങ്ങളുടെ സ്തുതികളാൽ, ഇമാഗിരഹ ഞങ്ങളുടെ സ്തുതികളാൽ നിങ്ങൾക്കും വൃദ്ധി ഉണ്ടാവട്ടെ അല്ലയോ ഭഗവാന്മാരെ. പിന്നെ ദ്യുമ്നേർ വാജേഭിരാഗതം. ദ്യുമ്നൈ ദ്യുമ്നൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനൈഹി അല്ലയോ ഭഗവാനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു. ദ്യുമ്നൈഹി സമ്പത്തോടൊപ്പം, സമ്പത്തിഹി സമ്പത്താൽ, സമ്പത്തോടൊപ്പം സമ്പത്തും. പിന്നെയോ വാജേബിഹി. വാജേബിഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷ്യസാധനാനി, നമുക്ക് ഭുജിക്കാനുള്ള സാധനങ്ങൾ ആണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ മനുഷ്യ ആദ്യം വേണ്ടത് അന്നമാണ്, ആഹാര സാധനമാണ്, ഭക്ഷ്യസാധനമാണ്. ഇതാണ് നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് ഫസ്റ്റായിട്ട് കിട്ടാനുള്ളത്, കിട്ടേണ്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അല്ലയോ അഗ്നി ഭഗവാനെ, വിഷ്ണു ഭഗവാനെ, ഇമാഗിരഹ ഈ ഞങ്ങളുടെ മന്ത്രങ്ങളാൽ അഥവാ സ്തുതികളാൽ നിങ്ങൾക്ക് എന്തുണ്ടാവട്ടെ, വൃദ്ധി ഉണ്ടാവട്ടെ. പിന്നെയോ പിന്നെ എന്ത് ചെയ്തിരിക്കുന്നു, രണ്ടുപേരും സമാന പ്രീതി ഭവതം. അതാണോ സജോഷസ. സജോഷസ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് വന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച് പ്രസാദിക്കേണ്ടിരിക്കും. സമാന പ്രീതി ഭവതം നിങ്ങൾക്ക് സമാനമായിട്ട് അഥവാ ഒന്നിച്ച് രണ്ടുപേർക്കും പ്രീതി ഉണ്ടാവട്ടെ. നിങ്ങൾ പ്രീതിപ്പെട്ട് ഞങ്ങളുടെ സമീപത്തേക്ക് വന്നാലും, എന്നിട്ട് ഈ ഹോമം ഞങ്ങളുടെ ഈ യജ്ഞത്തെ സ്വീകരിച്ചാലും എന്നർത്ഥം. ദ്യുമ്നൈ വാജേഭിരാഗതം. ദ്യുമ്നൈഹി സമ്പത്തും, സമ്പത്തോടു കൂടിയും, വാജേഭിഹി ഭക്ഷണ സാധനങ്ങളോടുകൂടി. വാജേഭിഹി അന്നൈഹിത അന്നം, അന്നൈഹി സഹ. വാജേഭിഹി വാജഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണ സാധനം, അന്നപാനീയങ്ങളാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അസ്മാകം സ്തുതിരൂപ വാഗ്ഭി ഞങ്ങളുടെ സ്തുതിരൂപത്തിലുള്ള വാക്കുകളാലും നിങ്ങൾക്ക് എന്തുണ്ടാവട്ടെ. യുവാം നിങ്ങൾ രണ്ടുപേർക്കും അല്ലെങ്കിൽ അഗ്നി ഭഗവാനെ, വിഷ്ണു ഭഗവാനെ, വൃദ്ധിയും പ്രാപ്നുവന്തു നിങ്ങൾക്ക് വൃദ്ധി ഉണ്ടാവട്ടെ. പിന്നെ യുവാം നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ ഈശ്വരന്മാരെ, യുവാമപി ദ്യുമ്നൈഹി ധനൈഹി ധനത്തോടു കൂടിയും, വാജേഭിഹി എന്ന് പറഞ്ഞാൽ അന്നത്തോടു കൂടിയും ഭക്ഷണസാധനത്തോടു കൂടിയും, ആഗത വാജേഭിഹി ആഗതം എന്ന് പറഞ്ഞാൽ ആഗച്ഛതം, ഇഹ ആഗച്ഛതം ഇങ്ങോട്ടേക്ക് വന്നാലും എന്നർത്ഥം. എന്നിട്ട് ഞങ്ങളുടെ ഈ ഹോമം, ഞങ്ങളേക്ക് എന്നാ ഹോമിക്കുന്ന ആ വസ്തുക്കളെ സ്വീകരിച്ചാലെന്നർത്ഥം. ഹോമം ചെയ്യുന്നതിനെ ഞങ്ങൾ ഹോമം ചെയ്യുന്നു, അതിനെ സ്വീകരിച്ചാലും എന്നർത്ഥമാണ്. ഇനി എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ഇതിൽ വാചച്ചമേ പ്രസവച്ചമേ പ്രയതിച്ഛമേ ഈ രീതിയിലാണ് പോകുന്നത്. വാചച്ചമേ പ്രസവച്ചമേ പ്രയതിച്ഛമേ പ്രസിദ്ധിച്ഛമേ ധീതിച്ഛമേ ക്രതുച്ഛമേ സ്വരച്ഛമേ ശ്ലോകശ്ചമേ ഇങ്ങനെയാണ് ഇത് പോകുന്നത്. ഇത് ഓരോ ആവശ്യമുള്ള വസ്തുക്കളുടെ, നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കളുടെ ലിസ്റ്റാണിത്. എന്താണത് നോക്കാം നമുക്ക്. ഇതിന് ആദ്യം വാചച്ചമേ, വാചക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അന്നം എന്ന് പറഞ്ഞു. വാചച്ചമേ വാചക ച മേ, ചാർന്നാൽ ഇതും കൂടി നടത്താം. മേ എന്ന് പറഞ്ഞാൽ മമ എനിക്കായിക്കൊണ്ട്. അതുകൊണ്ടാണ് ഓരോന്നോടുകൂടിയും
ഈ ചമേ എന്ന് പറഞ്ഞ ഈ ഓരോ വസ്തുക്കളോട് കൂടിയും ചമേ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതും കൂടി എനിക്ക് തന്നാലും എന്നർത്ഥം. ഈ തന്നാലും എന്നുള്ള ആ വാക്ക് 10ാമത്തെ അനുവാദത്തിൻ്റെ അവസാന ഭാഗത്താണ് ചേർത്ത് കാണുന്നത്. അതായത് കൽപ്പതാം എന്ന ഒരു വാക്ക് വരുന്നുണ്ട്. ഈ കൽപ്പതാം എന്ന് പറയുന്നത് ഓരോന്നോട് ചേരുമ്പോഴും ഈ ഓരോ വസ്തുക്കൾ നമ്മൾ ഇവിടെ അർത്ഥിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആ വസ്തുവിന് അനുകൂലമായ രീതിയിലുള്ള ഒരർത്ഥമായിട്ട് ഈ കൽപ്പത പറഞ്ഞെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ലഭ്യമാക്കിയാലും അഥവാ ലഭ്യമാകട്ടെ, എനിക്ക് അന്നം ലഭ്യമാകട്ടെ, സുഖം ലഭ്യമാകട്ടെ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നാലും എന്നർത്ഥമാണത്. ഈശ്വരന്മാർ ഇത് ലഭ്യമാക്കി തരട്ടെ എന്നാണ്. അപ്പോൾ ഇവിടെ ഈ വാചമേ, വാചക ച എന്ന് പറഞ്ഞ ഇതും കൂടി, അതായത് താഴോട്ട് വരുന്ന ഈ സാധനങ്ങളൊക്കെയും മേ മമ എനിക്ക് കൽപ്പതാം. അപ്പോൾ ഓരോ ഈ വാക്കുകളോടും കൽപ്പതാം എന്നുള്ളത് ചേർക്കപ്പെടണം എന്നതാണ്. സർവത്ര അനുഷജ്യതേ, ഓരോ വാക്കുകളോടും ഈ ഓരോ സാധനങ്ങളുടെ കൂട്ടത്തിലും അർത്ഥിക്കുന്ന ഓരോ സാധനങ്ങളുടെ കൂട്ടത്തിലും ഈ കൽപ്പതാം എന്ന പദം ചേരുന്നതാണ്. ഇത് അവസാനമാണ്, അതായത് നമ്മൾ അന്വയിക്കുന്ന അവസ്ഥയിൽ, വ്യാഖ്യാനം ചെയ്യുന്ന അവസരത്തിൽ ഈ വാക്ക് ഓരോ അഭ്യർത്ഥിക്കപ്പെടുന്ന സാധനങ്ങളുടെ കൂടെ ചേർക്കപ്പെടേണ്ടതാണ്. ആക്ച്വലി വ്യാഖ്യാനം ചെയ്യുന്ന അവസ്ഥയിൽ അതാണ് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വാചമേ വാചക കൽപ്പതാം മമ, എനിക്ക് വാചക കൽപ്പതാം ലഭ്യമാക്കി തന്നാലും എന്നർത്ഥം. നോക്കാം. അപ്പോൾ ഈ കൽപ്പതാം എന്നുള്ള വാക്ക് ഓരോ ഈ അഭ്യർത്ഥിക്കപ്പെടുന്ന സാധനങ്ങളോടൊപ്പവും ചേർക്കണം. വാചമേ പ്രസവച്ചമേ, അപ്പോൾ വാചക കൽപ്പതാം, പ്രസവക കൽപ്പതാം, പ്രയതിഹി കൽപ്പതാം, ഇങ്ങനെ വരുന്നത്. അത് ലാസ്റ്റാണ് അത് ചേർത്തിരിക്കുന്നത്. ഇത് എല്ലാത്തിലും ഇത് അപ്ലൈ ചെയ്യപ്പെടുന്നു, അതായത് ചേർക്കപ്പെടുന്നു. ആക്ച്വലി അത് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഓരോന്നിൻ്റെയും അർത്ഥം നോക്കാം നമുക്ക്. അപ്പോൾ വാചമേ, വാചക മേ ചമേ എന്നുള്ളത്, ച എന്ന് പറഞ്ഞാൽ ഇതും കൂടി, മേ എന്ന് പറഞ്ഞാൽ മമ എനിക്ക്, കൽപ്പത എന്നുള്ളത് എല്ലാത്തിനും അപ്ലൈ ചെയ്യപ്പെടുന്നതാണ്, ചേർത്ത് വായിക്കണമെന്ന് മാത്രം. അത് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. 10ാമത്തെ അനുവാദം വരെ അത് ചേർത്ത് വായിക്കണം, ചേർത്ത് അന്വയിക്കണം. നോക്കാം. വാചമേ വാചക കൽപ്പതാം സമ്പദ്യതാം മമ കൃതേ, മമ വാചക സമ്പദ്യതാം, ഞാൻ സമ്പദ്യത സമ്പാദിക്കപ്പെട്ടെ അഥവാ ലഭ്യമാക്കപ്പെട്ടെ, കൽപ്പതാം ഭക്ഷ്യസാധനാനി വാചക, അത് എനിക്കുണ്ടാവട്ടെ എന്നർത്ഥം. അപ്പോൾ ഭക്ഷ്യസാധനം മാത്രം ലഭിച്ചാൽ പോരാ, പിന്നെ അതിന് എന്തൊക്കെ കൂടെ വേണം? ഭക്ഷണം കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ലഭിച്ചത് കൊണ്ടായില്ല, അത് കഴിക്കാനുള്ള അനുവാദം വേണം, സാഹചര്യം വേണം, അത് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം, ഇച്ഛയുണ്ടായിരിക്കണം. അത് കഴിച്ചാൽ മാത്രം പോരാ, അത് ശരീരത്തിൽ പിടിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അതോടൊപ്പം വരും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് 1ാമത്തെ അനുവാദത്തെ ലിസ്റ്റ്. വാചമേ പ്രസവച്ചമേ, പ്രസവ എന്ന് പറഞ്ഞാൽ അന്നസ്യ അനുജ്ഞാനം, ഈ ഭക്ഷണത്തിന് അന്നം കണ്ടതുകൊണ്ടായില്ല, കിട്ടിയതുകൊണ്ടായില്ല, പിന്നെ അതിന് അനുമതിയും ആവശ്യകം. അത് കഴിക്കാനുള്ള അനുമതിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു. അതും ഞങ്ങൾക്ക് ലഭ്യമാകട്ടെ. പ്രസവച്ചമേ പ്രസവ, അന്നസ്യ അഥവാ ഭക്ഷണാർത്ഥം അനുമതിയും അതും കൽപ്പതാം ലഭ്യമാക്കപ്പെടട്ടെ. പിന്നെ അഥവാ അനുമതിയും, അല്ലയോ ഭഗവാനെ അനുമതി ദീയതാം തരപ്പെടട്ടെ, തന്നാലും ദീയതാം അനുമതിയും ദീയതാം. പ്രസവ അന്നസ്യ അനുജ്ഞാനം, അല്ലെങ്കിൽ അന്നസ്യ അനുജ്ഞാം
അനുജ്ഞാം അനുജ്ഞാനം അനുമതിയും സമ്മതം ലഭ്യമാകട്ടെ ദീയതാം തന്നാലും എന്നർത്ഥം. കൽപ്പതാം. പിന്നെ പ്രയതിച്ഛമേ. പ്രയതി ഈ കഴിക്കുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ എന്തായിരിക്കണം? ശുദ്ധിയുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് പ്രയതി. പ്രയതി എന്ന് പറഞ്ഞാൽ ശുദ്ധി. അപ്പോൾ അന്നം ലഭ്യമാക്കി തരിക. പിന്നെയുള്ളത് അത് ഉപയോഗിക്കാനുള്ള അനുമതി, അത് ദീയതാം തന്നാലും കൽപ്പതാം. പിന്നെയുള്ളത് ആ അന്നം എങ്ങനെയാണ് ഈ ഭക്ഷണ സാധനങ്ങൾ ഏതും അന്നം കൊണ്ട് ഭക്ഷണ സാമഗ്രികൾ മുഴുവനും പെടും. നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും പെടും. പ്രയതിച്ഛമേ, അതിന് പ്രയതി ഉണ്ടായിരിക്കും. പ്രയതിയും, പ്രയതി ഛ മേ, പ്രയതിയും മമ, പ്രയതി അഭി, ച എന്ന് പറഞ്ഞാൽ ഇതും കൂടി പ്രയതിയും അഥവാ ശുദ്ധിയും മാ എനിക്ക് കൽപ്പതാം ലഭ്യമാക്കാലും. ആ കഴിക്കുന്ന അന്നം ശുദ്ധിയുള്ളതായിരിക്കട്ടെ. പ്രയതിശമേ. പിന്നെ പ്രസിദ്ധിച്ചമേ. പ്രസിദ്ധിഹി. പ്രസിദ്ധിഹി ലബ്ധം അന്നം ഭോക്തും എന്തുണ്ടായിരിക്കണം? അത് കഴിക്കുന്നതിനായിട്ട് ഇച്ഛാസ്യാത്, ഇച്ഛയും ഉണ്ടായിരിക്കണം, ആഗ്രഹമുണ്ടായിരിക്കണം. അന്നം കിട്ടിയാൽ പോരാ, അത് കഴിക്കാനുള്ള അനുമതി ലഭ്യമാകണം. അത് ശുദ്ധമായിരിക്കണം, അതിന് ശുദ്ധി ഉണ്ടായിരിക്കണം. പ്രയതി ഉണ്ടായിരിക്കണം. പിന്നെയോ പ്രസിദ്ധിഹി. പ്രസിദ്ധിച്ചമേ. പ്രസിദ്ധിഹി. പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ ലബ്ധമന്നം ഭോക്തും ഇച്ഛാസ്യാത്, ഇച്ഛയും ഉണ്ടായിരിക്കണം. അന്നം കിട്ടിയതുണ്ടായില്ല, അത് കഴിക്കാനായിട്ട് ആഗ്രഹം കൂടി ഉണ്ടായിരിക്കണം. അപ്പോഴേ അത് പരിപൂർണമായിട്ട് പ്രയോജനപ്പെടുന്നുള്ളൂ. അപ്പോൾ പ്രസിദ്ധി, അത് കഴിക്കാനുള്ള ഇച്ഛയും ആഗ്രഹം ഉണ്ടായിരിക്കട്ടെ, ലഭ്യമാകട്ടെ, കൽപ്പതാം. പിന്നെ ധീതിഹി. ധീതിച്ചമേ. ധീതിഹി അന്നധാരണം, അന്നസ്വീകരണം. പിന്നെയോ കഴിക്കാനുള്ള ആഗ്രഹം മാത്രമല്ല, അത് കഴിക്കുകയും വേണം. അന്നധാരണം എന്ന് പറഞ്ഞാൽ അന്നം നമ്മളത് കഴിക്കുകയും വേണം. ഈ ഭോജ്യവസ്തു നമ്മൾ കഴിക്കേണ്ടി വരുന്നു, അപ്പോഴേ അത് ശരി നമുക്ക് പരിപൂർണമായിട്ട് വരുന്നുള്ളൂ. അന്നം ലഭിച്ചുകൊണ്ടായില്ല. അന്നം ലഭിക്കണം, ആഹാരസാധനം ലഭിക്കണം, പിന്നെ അത് കഴിക്കാനുള്ള അനുമതി വേണം. അതുമാത്രമല്ല, അതിന് ശുദ്ധി ഉണ്ടായിരിക്കട്ടെ. പിന്നെ പ്രസിദ്ധി, അത് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. ആഗ്രഹം മാത്രം ഉണ്ടായാൽ പോരാ, അത് നമ്മൾ ഭുജിക്കുകയും വേണം. അതാണ് ലബ്ധമന്നം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? ഖാദാമ, അത് കഴിക്കണം, ഭുജിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദീതി എന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ സ്വീകരിക്കപ്പെടുകയും വേണം. ദീതിച്ചമേ. പിന്നെ ക്രതുച്ചമേ. ക്രതു എന്ന് പറഞ്ഞെങ്കിൽ യജ്ഞമാണ്, ഹോമമാണ്. ഹോമാദി കർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്കെന്ത് ഈ പരമപുരുഷൻ സന്തുഷ്ടനായിക്കൊണ്ട് നമുക്ക് ഈ ആഹാര സാധനങ്ങളെ ലഭ്യമാക്കി തരുന്നത്. അപ്പോൾ ഈ ആഹാര സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ലഭ്യമാക്കുന്നതിനായിട്ട്, അഥവാ ഈ പ്രകൃതിയിൽ ഇഷ്ടം പോലെ, ഭൂമിയിൽ ഇഷ്ടം പോലെ ലഭ്യമാകണമെങ്കിൽ ഈശ്വരന്മാർ പ്രീതിപ്പെടേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു ഹേതുവാണ് ഏത്? ക്രതു എന്ന് പറഞ്ഞാൽ ഹോമം. അപ്പോൾ യജ്ഞം അഥവാ ഹോമം എന്ന് പറയുന്നത് അന്നസ്യ ഹേതുവും, അന്നത്തിൻ്റെ കാരണം, അന്നം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമുക്കത് ലഭ്യമാക്കി തരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പൂജാതി കാര്യങ്ങൾ, ഹോമാദി കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുന്നത് കൊണ്ടാണെന്ന് അർത്ഥം. അതാണ് ക്രതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമം. അപ്പോൾ ഈ ഹോമം ചെയ്യുന്നതിനായിട്ടും അതിനുള്ള സാഹചര്യവും ലഭ്യമാക്കി തന്നാലും എന്നർത്ഥം. ക്രതുഹു. പിന്നെ സ്വരച്ചമേ. സ്വരം, എനിക്ക് സ്വരം ഉണ്ടാവട്ടെ, സ്വരം ലഭ്യമാക്കി തന്നാലെന്ന് പറഞ്ഞാൽ എന്താണ് സ്വരം എന്ന് പറഞ്ഞാൽ മന്ത്രഗത ഉദാത്താദി എന്ന് പറയും. ഈ മന്ത്രം ചൊല്ലുന്നതിന് ഒരു ഋതമുണ്ട്. ആ രീതി, ഒരു ക്രമമുണ്ട് അത് ചൊല്ലുന്നതിന്. അതാണ് ഈ സ്വരം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു രീതിയുണ്ട് അതിന്, മന്ത്രം ചൊല്ലുന്നതിന്. ആ ചൊല്ലാനുള്ള രീതി
അത് അതിനുള്ള ശേഷിയെ ലഭ്യമാക്കി തന്നാലും എന്നർത്ഥം. സ്വരച്ചമേ. പിന്നെയുള്ളത് ശ്ലോകശ്ചമേ. ശ്ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്തുതിഗീതങ്ങളാണ്. ഈശ്വരനെ നമ്മൾ സ്തുതികളാൽ സന്തോഷിപ്പിക്കുന്നു, അഥവാ സ്തുതികൾ അടങ്ങിയ മന്ത്രങ്ങളാൽ നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ശ്ലോകശ്ചമേ. വേദമന്ത്രങ്ങളെല്ലാം ശ്ലോകങ്ങളാണ്. ഇവിടെ ശ്ലോകങ്ങൾ വേദമന്ത്രങ്ങൾ പോലെയുള്ള മന്ത്രങ്ങൾ, സ്തുതിഗീതങ്ങൾ എന്ന് പറയാം. ഈശ്വരനെ സ്തുതിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ അത് ലഭ്യമാക്കി തന്നാലും എന്നർത്ഥം. പിന്നെയുള്ള ശ്രാവശ്ചമേ. അത് ശ്ലോകം അറിഞ്ഞതുകൊണ്ടായില്ല, സ്തുതിഗീതങ്ങൾ അറിഞ്ഞതുകൊണ്ടായില്ല, അത് പാടിയത് കൊണ്ടായില്ല, അത് മന്ത്രരൂപത്തിൽ ചൊല്ലിയത് കൊണ്ടായില്ല, പിന്നെ എന്തുകൂടി വേണം? ശ്രാവശ്ചമേ. അത് കേൾപ്പിക്കാനായിട്ടുള്ള സാമർഥ്യം. അത് മറ്റുള്ളവരെ നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ അത് കേൾപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവ്, അതാണ് ശ്രാവച്ചമേ. അത് ശ്രവിപ്പിക്കാനായിട്ട് മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവർ കേൾക്കേണ്ടിയിരിക്കുന്നത് അത് കേൾപ്പിക്കാനുള്ള ഒരു കഴിവ്, ആ സാമർഥ്യം കൽപ്പതാം ലഭ്യമാക്കി തന്നാലും. ശ്രാവശ്ചമേ ശ്രുതിശ്ചമേ. പിന്നെ ശ്രുതി എന്ന് പറഞ്ഞാൽ കേൾവിയാണ്. ശ്രുതിശ്ചമേ. പിന്നുള്ളത് കേൾക്കാനുള്ള കഴിവ്, ശ്രവണ സാമർഥ്യം. ശ്രുതിഷ്ടമേ ശ്രവണ സാമർഥ്യം. ശ്രാവശ്ചമേ എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കാനുള്ള സാമർഥ്യം. മന്ത്രങ്ങളും മറ്റും ഈ സ്തുതിഗീതങ്ങളും മറ്റും ചൊല്ലി മറ്റുള്ളവരെ കേൾപ്പിക്കാനായിട്ടുള്ള കഴിവും അതുപോലെ തന്നെ കേൾക്കാനുള്ള കഴിവ്, അതാണ് ശ്രവണ സാമർഥ്യം. ശ്രുതിശ്ചമേ. പിന്നെയുള്ളത് ജ്യോതിശ്ചമേ. ജ്യോതി എന്നാൽ പ്രകാശം, പ്രകാശത്തെ ലഭ്യമാക്കിയാലും. പിന്നെ സുവശ്ചമേ. സുവ എന്ന് പറഞ്ഞാൽ സ്വർഗം ലഭ്യമാക്കി തന്നാലും. ഈ ഹോമാദി കർമ്മങ്ങളും മറ്റും നമ്മൾ ചെയ്യുന്ന അവസ്ഥയിൽ ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ട് നമ്മളത് ചെയ്യുന്നു. അപ്പോൾ ഈശ്വരൻ എന്താണ് പ്രാർത്ഥിക്കുന്നത്? സുവശ്ചമേ. സുവഹ എന്ന് പറഞ്ഞാൽ സ്വർഗം ഞങ്ങൾക്ക് ലഭ്യമാക്കിയാലും. ഇവിടുത്തെ കാലാവധി കഴിഞ്ഞാൽ പിന്നെ സ്വർഗം ഞങ്ങൾക്ക് ലഭ്യമാക്കിയാലും എന്നർത്ഥം. സുവശ്ചമേ പ്രാണശ്ചമേ. പ്രാണച്ഛമേ അപാനച്ഛമേ വ്യാനച്ഛമേ. പ്രാണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത് തന്നെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. അപാനൻ എന്ന് പറയുന്നത് പുറത്തേക്ക് വിടുന്ന ഇത് ഉച്ഛ്വാസം, പുറത്തേക്ക് തള്ളുന്ന വായുവിനെയാണ് അപാനവായു എന്ന് പറയുന്നത്. പിന്നെ വ്യാനൻ എന്ന് പറയുന്നത് പഞ്ചവായുക്കളാണുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും പ്രാണ അപാന വ്യാന ഈ 3 വായുക്കളാണ്. അപ്പോൾ ഈ 3 വായുക്കളാണ് പ്രധാനമായിട്ട് വായു, പ്രാണവായു, അപാനവായു, വ്യാനവായു. ഈ 3 വായുക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ലഭ്യമാക്കി തന്നാലും എങ്കിലേ ഈ ശരീരം നിലനിൽക്കുള്ളൂ എന്നർത്ഥം. പ്രാണനും അപാനനും വ്യാനനും വ്യാനവായു ശരിയായ രീതിയിൽ ശരീരത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ശരീരം ആരോഗ്യകരമായിട്ട് നിലനിൽക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പോൾ പ്രാണവായു, അപാനച്ഛമേ അപാനവായു, വ്യാനച്ഛമേ വ്യാനവായു. പിന്നെ അസുശ്ചമേ. അത് ഒന്നിച്ചാണ് പറഞ്ഞിട്ടുണ്ടാവുക. ചൊല്ലുന്ന അവസരത്തിൽ അത് ഇത് കഴിഞ്ഞിട്ട് ചൊല്ലാം ഞാൻ. അസു എന്ന് പറഞ്ഞാൽ വായു, അതായത് മൊത്തത്തിൽ വായുവാണത്. ഈ പ്രാണനും അപാനനും വ്യാനനുമെല്ലാം അതിൻ്റേതായിട്ടുള്ള ഫങ്ഷൻ ചെയ്യിക്കുന്നത് ആരാണ്? വായു എന്ന് പറയുന്ന ആ ശക്തിയാണ്. അതുകൊണ്ടാണ് അസുഷ്ടമേ. അപ്പോൾ ഈ വൃത്തികളെ ചെയ്യുന്നവൻ തത് വൃത്തിമാൻ, അതായത് പ്രാണൻ്റെയും അപാനൻ്റെയും വ്യാനൻ്റെയും ഫങ്ഷൻസിനെ, ആ പ്രവർത്തനങ്ങളെ ശരിയായി നടത്തുന്ന ശക്തിയാണ് വായു എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നവനർത്ഥം. പിന്നെ ചിത്തം ജമേ. ചിത്തം നമ്മൾ മനസ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനമാണ്, അറിവാണ്. മനസ്സിലുണ്ടാകുന്ന ജ്ഞാനം, അറിവ് അതിനെ ലഭ്യമാക്കിയാലും. അപ്പോൾ മനസ്സിൽ, അതായത് നമ്മുടെ ചിത്തത്തിൽ ജ്ഞാനമുണ്ടാകട്ടെ, ആ ജ്ഞാനത്തെ ലഭ്യമാക്കി തന്നാലും എന്നർത്ഥം. പിന്നെ അധീതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആധീതം മനോജന്യ ജ്ഞാനേന വിഷീകൃതം ദ്രവ്യമാണ്. ഈ മനസ്സിലുണ്ടാകുന്ന ജ്ഞാനം, അതായത് പുറത്ത് നമ്മൾ കാണുന്ന ഈ വസ്തുക്കൾ മുഴുവനും ഈ മനസ്സിലുണ്ടാകുന്ന ജ്ഞാനത്തിൻ്റെ റിസൾട്ടാണ്. അത് ഒരു വസ്തു കണ്ടതുകൊണ്ട് മാത്രം എന്താണെന്ന് അറിയണമെന്നില്ല.
അതിന് അറിവ് വേണം. അപ്പോൾ മനോജന്യമായ ജ്ഞാനത്താൽ നമ്മൾ കാണുന്ന ഈ വസ്തുക്കൾ അതിനെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ടാകുന്നു. അതിനാണ് ആധീതം ക്ഷമേ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വാക്ചമേ, വാക്ക് എന്ന് പറഞ്ഞെങ്കിൽ സംസാരിക്കാൻ ഉതകുന്ന അവയവമാണ് തൊണ്ട, സ്വനപേടകം. അത് പ്രോപ്പറായിട്ടിരിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ശ്ലോകങ്ങൾ ചൊല്ലാനും പൂജകൾ ചൊല്ലാനും മറ്റുള്ളവരുമായിട്ട് സംസാരിക്കാനും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഈ സംസാരിക്കാനുള്ള വാക്ക്, അത് പുറപ്പെടുവിക്കുന്ന സ്വനപേടകം തൊണ്ട ശുദ്ധമായിരിക്കണം എന്നർത്ഥം. അപ്പോൾ ശുദ്ധമായിട്ടുള്ള ഈ സംസാരശേഷി വേണ്ട വിധത്തിൽ ലഭ്യമാക്കുന്ന രീതിയിൽ ഈ തൊണ്ട ഞങ്ങൾക്ക് സജ്ജീകരിച്ച് തന്നാലെന്നർത്ഥം. കൽപ്പതാം, നല്ല തൊണ്ടയുണ്ടാവട്ടെ എന്നർത്ഥം, ലഭ്യമാക്കി തന്നാലും. ആധീതം, പിന്നെ വാക്ശമേ, വാക്ക് സ്വനപേടകം എന്ന് പറയാം നമുക്ക്. വാക്ശമേ, അപ്പോൾ സ്വനപേടകത്തിനും കുറ്റമറ്റതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ സംസാരിക്കാനായിട്ട്, മന്ത്രങ്ങൾ ചൊല്ലാനായിട്ട്, ആശയവിനിമയം നടത്താനായിട്ട് സാധ്യമാണ്. അതുകൊണ്ട് ഒരു നല്ല സ്വനപേടകം, അതായത് കേടുകൂടാത്ത സ്വനപേടകത്തെ ലഭ്യമാക്കിയാലും വാക്ചമേ. പിന്നെ മനശ്ചമേ, മനസ്സ്, നല്ലൊരു മനസ്സിനെ തന്നാലും. വേണ്ടത് നല്ല രീതിയിൽ ചിന്തിക്കുന്ന മനസ്സ്. മനശ്ചമേ, അത്തരത്തിലൊരു മനസ്സിനെ തന്നാലും. മനസ്സ് മാത്രം ഉണ്ടായിട്ട് കാലം, എല്ലാവർക്കും മനസ്സുണ്ട്. മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധമായിരിക്കണം. വേണ്ട വിധത്തിൽ അപഗ്രഥിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം മനസ്സ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മനശ്ചമേ തന്നാലും. കൽപ്പതം. ചക്ഷുച്ചമേ, നല്ല കണ്ണുകളെ തന്നാലും, കുറ്റമറ്റ കണ്ണുകളെ തന്നാലും. പിന്നെ ശ്രോത്രം ജമേ, ചെവി, ശ്രോത്രം. അപ്പോൾ നല്ല മനസ്സുണ്ടായിരിക്കണം, കേടുകൂടാത്ത മനസ്സെന്നർത്ഥം. ചക്ഷുസ്, കണ്ണ്. അതുപോലെ ശ്രോത്രം ജമേ, ശ്രോത്രം, ചെവി, കുറ്റമറ്റ ചെവി തന്നാലും, ലഭ്യമാക്കിയാലും. കൽപ്പതാം. പിന്നെ ദക്ഷമേ, ജ്ഞാനേന്ദ്രിയഗതം സാമർഥ്യം. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞ അവസ്ഥയിൽ രണ്ടെണ്ണം കണക്റ്റഡാണ്. ഒന്ന് ജ്ഞാനേന്ദ്രിയമാണ്, മറ്റൊന്ന് കർമ്മേന്ദ്രിയമാണ്. ഇപ്പം നമ്മൾ പുറമേ കാണുന്നത് കണ്ണ്, മൂക്ക്, നാക്ക് എന്നൊക്കെ പറയുന്നത് കർമ്മേന്ദ്രിയങ്ങളാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളെ മനസ്സിലാക്കുന്നതിനും അത് മനസ്സിൽ വെച്ച് അപഗ്രഥിക്കുന്നതിനും. അത് മനസ്സിൽ വെച്ച് അപഗ്രഥിക്കുന്ന ആ അറിവാണ് ജ്ഞാനേന്ദ്രിയം. അത് ഉള്ളിൽ നിന്നാണ് പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ ചെവി കൊണ്ട് കേൾക്കുന്ന സാധനം, ശബ്ദം, കണ്ണുകൾ കൊണ്ട് കാണുന്ന കാഴ്ച, ഇതൊക്കെ തന്നെ. അതുപോലെ മൂക്ക് കൊണ്ട് ലഭ്യമാകുന്ന ഗന്ധം, അതുപോലെ നാവ് കൊണ്ടുള്ള ടേസ്റ്റ്, ഇതൊക്കെ തന്നെ ഇത് കർമ്മേന്ദ്രിയങ്ങളാണ്. ഇതിലൂടെ വരുന്ന സാധനങ്ങളെ മനസ്സിൽ വെച്ചിട്ടാണ് അപഗ്രഥിക്കുന്നത്. എന്നിട്ടാണ് അത് ഇന്നതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ദക്ഷമേ. സാമർഥ്യം, എന്തെങ്കിലും സാമർഥ്യം തരണം എന്നുള്ള ദക്ഷ. ജ്ഞാനേന്ദ്രിയഗതം സാമർഥ്യം, ജ്ഞാനേന്ദ്രിയത്തിൽ നിന്നുണ്ടാകുന്ന, ഇത് ഉള്ളിലുള്ള മനസ്സിലുണ്ടാകുന്നതാണ് ഈ ഓരോ വസ്തുക്കൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അറിവിനെ അപഗ്രഥിച്ചെടുക്കുന്നത്, അതിനാണ് ജ്ഞാനേന്ദ്രിയം എന്ന് പറയുന്നത്. അതിനെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്, നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്, ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നത് കർമ്മേന്ദ്രിയങ്ങൾ. അപ്പോൾ ജ്ഞാനേന്ദ്രിയത്തിൽ നിന്നും ജ്ഞാനേന്ദ്രിയഗതം സാമർഥ്യം, ജ്ഞാനേന്ദ്രിയത്തിൽ നിന്നും അപഗ്രഥിച്ചെടുക്കുന്ന അഥവാ വസ്തുക്കളെ അപഗ്രഥിക്കാനുള്ള കഴിവ്, അത്തരത്തിലുള്ള ഒരു കഴിവിനെ തന്നാലും എന്നർത്ഥം. കാണുന്ന സാധനങ്ങൾ അപഗ്രഥിക്കാൻ, മനസ്സിൽ വെച്ചിട്ട് അപഗ്രഥിക്കാനുള്ള ജ്ഞാനേന്ദ്രിയത്തെ തന്നാലും. പിന്നെയുള്ള എന്താണ്? ബലം ജമേ, ബലം കർമ്മേന്ദ്രിയഗതം. കർമ്മേന്ദ്രിയഗതങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, കണ്ണ്, മൂക്ക്, നാക്ക്, ചെവി എന്നൊക്കെ പറയുന്ന സാധനം, അതും കുറ്റമറ്റതായിരിക്കണം. അപ്പോൾ കുറ്റമറ്റ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും തന്നാലും, ലഭ്യമാക്കിയതാലും. കൽപ്പതാം. പിന്നെ ഓജക്ഷമേ, ഓജസ് അറിയാവുന്നതാണ്. ഓജസ്സിനെ തന്നാലും ലഭ്യമാക്കിയാലും. അപ്പം നമുക്ക്
ആരോഗ്യകരമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഈ വസ്തുക്കളാണ് ഇതെല്ലാം തന്നെ. ഓജസ്സും ഉണ്ടായിരിക്കണം. ഓജസ്സിനെ ലഭ്യമാക്കിയാലും. സഹശ്ചമേ, പിന്നെ സഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈര്യോരുപരി ശത്രുണമുപരി വിജയ സഹ. അപ്പോൾ ശത്രുക്കളുടെ മേൽ അഥവാ അവരുടെ മേൽ വിജയം ലഭ്യമാക്കിയാലും, ശത്രുക്കളെ ജയിക്കാനുള്ള കഴിവ് തന്നാലും. സഹശ്ചമേ. ആയുശ്ചമേ, ആയുസ്സിനെ തന്നാലും. പിന്നെ ജരാജമേ. ജര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമാണ് ജര എന്ന് പറയുന്നത്. അതായത് ചുളിവ്, ജര. അതുപോലെ പാലിത്യം, ജരാനരകൾ. ജര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലുണ്ടാകുന്ന ചുളിവ്, വാർദ്ധക്യ സഹജമായിട്ടുള്ള ചുളിവുകളാണ്. അപ്പോൾ ജരാജമം. അപ്പോൾ ജരാജമം എന്ന ചുളിവുകളെ തന്നാലെന്നല്ല അർത്ഥം. ഇവിടെ നേരത്തെ പറഞ്ഞത് ആയുസ്സിനെ തന്നാലെന്ന് പറഞ്ഞു. അപ്പോൾ ജരാജമം എന്ന് പറഞ്ഞെങ്കിൽ വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള മരണമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു നോർമലായിട്ടൊരു ലൈഫ് നമുക്ക് നയിക്കുന്നതിനായിട്ട് സാധിക്കണം, അത്രയ്ക്കും ആയുസ് തരണം എന്ന്. വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള മരണമാണ് ഇവിടെ ജരാജമ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് വലിയ പലിതാതി പര്യന്തം, എന്ന് പറഞ്ഞാൽ ചുളിവുകളും ജരാനരകൾ ബാധിക്കുന്നത് വരെ ഉള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ദീർഘായുസിനെ തന്നാൽ എന്നർത്ഥം. ജരാജമേ. ആത്മാചമേ. ആത്മാചമേ എന്ന് പറഞ്ഞെങ്കിൽ ആത്മാവ് ഓൾറെഡി ഉണ്ട് നമുക്കത്. ഇവിടെ ആത്മാവ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഈ ആത്മാവാണ്. നമ്മൾ അതിന് നാശമില്ല, അത് ജന്മങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ആത്മാവ്. അപ്പോൾ ഈ ആത്മാവാണ് നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന കർമ്മങ്ങളുടെ ഫലമെന്ന് പറയുന്നത്. അത് ആത്മാവാണല്ലോ ചെയ്യിക്കുന്നത്. നമ്മുടെ മനസ്സ് ചെയ്യിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും ശരിക്കും ചെയ്യിക്കുന്നത് ആര് തന്നെയാണ്? ആത്മാവ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ചമയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധർമ്മപഥത്തിലൂടെ മാത്രം ചരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി ഈ ആത്മാവിനുണ്ടാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മാചമ എന്നുള്ളത് ആരോഗ്യകരമായിട്ടുള്ള ആത്മാവ് അഥവാ ഒരു മനസ്സ് എന്നിലുണ്ടാകട്ടെ. ധർമ്മപഥത്തിലൂടെ മാത്രം ചരിക്കുന്ന രീതിയിലുള്ള ആത്മാവ്, അത്തരത്തിലുള്ള ചിന്തകൾ ആത്മാവിൽ എനിക്കുണ്ടാകട്ടെ. അത്തരത്തിൽ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായ ആത്മാവിനെ എനിക്ക് ലഭ്യമാക്കിയാലും എന്നാണ് ആത്മാചമേ, ആത്മാവിനെ ലഭ്യമാക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പിന്നെ തനുശ്ചമേ. തനു എന്ന് പറഞ്ഞാൽ ശരീരം. അതിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തനു സുന്ദരം ശരീരം, ശോഭനം ശരീരം തന്നാലും. ശോഭന വപുഹു, ശോഭനമായിട്ടുള്ള ശരീരത്തെ വപു ശരീരം ലഭ്യമാക്കിയാലും, ശോഭനമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ശരീരത്തെ തന്നാലും. പിന്നെ ശർമ്മചമേ. ശർമ്മ എന്ന് പറഞ്ഞാൽ സുഖത്തെ തന്നാലും. വർമ്മചമേ. വർമ്മ എന്ന് പറഞ്ഞാൽ ശരീരരക്ഷക കവചം. ഇതും രുദ്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശർമ്മചമേ. ശർമ്മ എന്ന് പറഞ്ഞാൽ സുഖഞ്ചമേ, സുഖത്തെ തന്നാലും. വർമ്മചമേ ശരീരരക്ഷക കവചം, ശരീരത്തെ ആപത്തിൽ നിന്നും രക്ഷിക്കാനുള്ള കവചത്തെ ലഭ്യമാക്കിയാലും, അല്ലെങ്കിൽ കവചം പോലെ പ്രവർത്തിച്ചാലും എന്നർത്ഥം. പിന്നെ അംഗാനിജമേ. അംഗാനി എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ, ശരീരത്തിൽ പരിപൂർണമായിട്ടുള്ള അംഗങ്ങളും എനിക്ക് തന്നാലും. അംഗവൈകല്യത്തോടെ ജനിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതൊരു ശാപമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഒരു കരുത്തുറ്റ ശരീരം വേണമെങ്കിൽ അംഗങ്ങളെല്ലാം, എല്ലാ അംഗങ്ങളും, ശരീരത്തിലെ സകല അവയവങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? അംഗാനിശമേ സമ്പൂർണ്ണ അവയവാഹ, സമ്പൂർണ്ണമായിട്ടുള്ള എല്ലാ അവയവങ്ങളെയും എനിക്ക് തന്നാലും, ലഭ്യമാക്കിയാലും, ഈ ശരീരത്തിന് തന്നാലും. പിന്നെ അസ്ഥാനിജമേ. അസ്ഥികളെ തന്നാലും, ബലമുള്ള അസ്ഥികളെ തന്നാലും. അത് അസ്ഥാനി എന്ന് പറഞ്ഞാൽ
സ്ഥാനത്തിൽ ഓരോ അസ്ഥിയും അതത് സ്ഥാനത്തിൽ, ശരീരത്തിൽ ഓരോ അസ്ഥിക്കും ഓരോരോ സ്ഥാനമുണ്ട്. അഥവാ അതത് സ്ഥാനത്തിലേക്ക് അതത് അസ്ഥികളെ കുറ്റമറ്റ രീതിയിൽ ലഭ്യമാക്കിയാലും എന്നർത്ഥം. അസ്ഥാനിജമേ, അതായത് യഥാസ്ഥാനം സ്ഥിതാനി അസ്ഥ്യാനി, യഥാസ്ഥാനത്തിൽ നിൽക്കുന്ന അസ്ഥികൾ. അത്തരത്തിലുള്ള അസ്ഥികളെ എൻ്റെ ശരീരത്തിലേക്ക് പ്രദാനം ചെയ്താലും കൽപ്പതാം. പിന്നെ പരൂംഷിജമേ, പരൂഗുംഷി ചൊല്ലുമ്പോൾ പരൂഗുംഷി എന്ന് വരും. പരൂംഷിജമേ പരൂഗുംഷിജമേ അങ്കുല്യാദി പർവാണി. പരൂംഷി എന്ന് പറഞ്ഞെങ്കിൽ ഈ വിരലുകളുള്ള പർവ്വങ്ങൾ, ജോയിൻറ്റുകൾ, വിരലുകളുള്ള ജോയിൻറ്റുകൾ, അത് കുറ്റമറ്റ രീതിയിലുള്ള വിരലുകളുള്ള പർവ്വങ്ങളെ തന്നാലും, ജോയിൻറ്റുകളെ തന്നാലും എങ്കിലേ കൈക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധ്യമാവുള്ളൂ. അതാണ് പരൂംഷി ചൊല്ലുമ്പോൾ പരൂഗുംഷി. അങ്കുല്യാദി പർവാണി, അങ്കുലികളുടെയും അതുപോലെ തന്നെ കൈകളുടെയും ശരീരത്തിലെ എല്ലാം തന്നെ ജോയിൻ്റ്, കുറ്റമറ്റ രീതിയിലുള്ള ജോയിൻറ്റിനെ തന്നാലും എന്നർത്ഥം. പിന്നെ ശരീരാണിചമേ, ശരീരാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീര അവയവങ്ങളാണ്. കുറ്റമറ്റ ശരീരാണി, ശരീരങ്ങൾ അല്ല, അതിൻ്റെ അർത്ഥം ശരീരാണി എന്ന് പറഞ്ഞാൽ ശരീരങ്ങൾ എന്നാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് കുറ്റമറ്റ എല്ലാ അവയവങ്ങളോടും കൂടിയ ശരീരത്തെ എനിക്ക് തന്നാലും എന്നർത്ഥം. ഇത് ഒന്നാം അനുഭാഗം കഴിഞ്ഞു. ഇതൊന്ന് ചൊല്ലാം. ചൊല്ലുന്ന അവസ്ഥത്തിൽ, കൂട്ടി ചൊല്ലുന്ന അവസ്ഥയിൽ ചില വ്യത്യാസങ്ങളുണ്ട്, നോക്കാം നമുക്ക്. അഗ്നാവിഷ്ണു സജോഷസേമ വർദ്ധന്തു വാങ്കിരഹ ദ്യുമ്നൈർവാജേഭിരാഗതം വാചച്ച മേ പ്രസവച്ച മേ പ്രയതിച്ച മേ പ്രസിദിച്ച മേ ദീദിച്ച മേ കൃതുച്ച മേ സ്വരച്ച മേ ശ്ലോകശ്ച മേ ശ്രാവശ്ച മേ ശ്രുതിശ്ച മേ ജ്യോതിശ്ച മേ സുഭശ്ച മേ പ്രാണശ്ച മേ ബാനശ്ച മേ വ്യാനശ്ച മേ സുച്ച മേ. അവിടെ പ്രാണശ്ച മേ സുച്ച ചൊല്ലുമ്പോൾ സുച്ച അസു അർത്ഥം പറഞ്ഞാണ്. വ്യാനശ്ച മേ സുച്ച മേ ചൊല്ലുമ്പോൾ അത് ചൊല്ലുമ്പോൾ ചൊല്ലുന്നില്ല, ഒന്നിച്ച് ചൊല്ലുന്ന അവസ്ഥയിൽ വ്യാനച്ചമേ സുച്ചമേ, വ്യാനച്ചമേ അസുഹു ചമേ, അതാണത്. വ്യാനച്ചമേ സുച്ചമേ ചിത്തഞ്ച മഹാധീതം ചമേ, ചിത്തം ചമേ. പിന്നെ ആധീതം ചമേ, നമുക്ക് ചിത്തം ചമ, ചിത്തം ച മ, അവിടെ മേ അല്ല മ എന്നാണ് പറഞ്ഞത്, അർത്ഥം ഒന്ന് തന്നെ. ചിത്തഞ്ച മ ആധീതം ചമേ, അത് ഒന്നിച്ച് വരുമ്പോൾ മഹാതീതം ജമേ, ചിത്തഞ്ച മഹാതീതം ജമേ. വാക്ചമേ മനശ്ചമേ ചക്ഷുച്ചമേ ശ്രോത്രം ജമേ ദക്ഷച്ചമേ ബലഞ്ച മഹോജച്ഛമേ. ബലം ചമേ, ബലം ചമ, ദക്ഷച്ചമേ ബലം ചമ ഓജച്ഛമേ. ഇപ്പോൾ ബലം ചമോഹച്ചമേ, ബലം ചമ ഓജച്ചമേ, ബലം ച മഹോജച്ഛമേ എന്ന് വരും. ബലം ച മഹോജച്ഛമേ ചൊല്ലുന്ന അവസരത്തിൽ. പിന്നെ സഹസ്ര മഹായുച്ഛമേ, സഹചമേ, സഹശ്ചമ, പിന്നെ ആയുച്ഛമേ ഒന്ന് പറയുമ്പോൾ സഹസ്ര മഹായുച്ഛമേ. ജരാചമഹാത്മാചമേ, പിന്നെ ജരാചമ ആത്മാചമേ ഒന്ന് പറയുമ്പോൾ ജരാചമഹാത്മാചമേ. തനൂശ്ചമേ ശർമ്മചമേ വർമ്മചമേ അങ്കാനിജമേ സ്ഥാനിജമേ. അങ്കാനിജമേ സ്ഥാനിജമേ ഒന്ന് പറയുമ്പോൾ അസ്ഥാനിജമേ എന്നർത്ഥം. അസ്ഥികൾ സ്ഥാനത്ത് ഉണ്ടായിരിക്കണം. അങ്കാനിജമേ സ്ഥാനിജമേ പരൂഗുംഷിജമേ ശരീരാണിജമേ. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീട് രണ്ടാമത്തെ അനുഭവമായിട്ട് കാണാം. ഓം നമോ ഭഗവതേ രുദ്രായ.